ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഞാൻ ഇടാറില്ല. വല്ലപ്പോഴും ഒരു ഷോർട്സ് ഇട്ടു എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു എന്നല്ലാതെ എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ അയച്ച് വന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തക്കാളിക്കറിയായിരുന്നു. തക്കാളിക്കറിയുടേത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതൊന്നും കാണിക്കാത്തത്. അപ്പോൾ തക്കാളിക്കറി ഒരു സൈഡിലാവുന്നുണ്ട്, ദോശ ഒരു സൈഡിലാവുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അനിയൻ പോകാനുള്ള ടൈം 9:30 9:45 ആയിട്ടുള്ളൂ. അപ്പോൾ 9:45 അവൻ പോകുന്നത്. അപ്പോഴത്തേന് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു, അമ്മയും ചായ കുടിച്ചു. അപ്പോൾ ആ ഒരു അനിയൻ പോകുന്ന ഒരു ടൈം ആയപ്പോഴത്തേനും ഭയങ്കര മഴ. രാവിലെയൊക്കെ ആയിട്ടൊരു മൂടിയ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഈ മൂടിയ അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ, അതേപോലെ. പിന്നെ ഇപ്പം പോകാൻ നേരമായപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ അവർ തിണ്ടിലിങ്ങനെ നിൽക്കുകയായിരുന്നു, വണ്ടി കാത്തിട്ട്. റോഡ് സൈഡിൽ വണ്ടി വരുമ്പോൾ അവിടെ നിന്ന് ഹോൺ അടിക്കും. അപ്പോൾ അവർ ഒരു കുടയൊക്കെ ചൂടി അവിടെ നിൽക്കുകയാണ്, അമ്മനോട് വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് തറവാട്ട് ക്ഷേത്രത്തിലൊന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പുറത്ത് പോകാനുള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് സദ്യയാണ് കഴിച്ചത്. വൈകിട്ട് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഈവനിങ് അമ്പലത്തിലോട്ട് വന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ അടിച്ചു വാരലും തുടക്കലൊന്നും വീഡിയോയിലേക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കഴുകി കഴിഞ്ഞു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു, തിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുതിന് ശേഷം വരാൻ നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ ആളെ കണ്ടത്. അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ പോന്നു. കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പം ഒരു ചപ്പാത്തി, ഒരു ബൂത്ത്സായി, പിന്നെ ഇത് ബ്രൊക്കോളി, മഷ്റൂം, അതുപോലെ നമ്മുടെ ക്യാപ്സിക്കൊക്കെ കൂടെ ഇട്ടിട്ട് ഇവിടെ ഇടയ്ക്ക് ബട്ടറിൽ സോട്ട് ചെയ്ത് നിങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഞങ്ങൾക്ക് ഈവനിങ് ഒരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഞാനും അമ്മയും ചെറിയ അനിയനും മാത്രമേ പോകുന്നുള്ളൂ. മൂത്ത അനിയൻ വരുന്നില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. ചോറും പിന്നെ മാന്തൽ കറി വയ്ക്കാനാണ്, ആവോലി വറക്കാനാണ്. അപ്പോൾ എല്ലാ മീനും നന്നാക്കുകയായിരുന്നു. ചോറ് ഒരു സൈഡിൽ ഞാൻ അവിടെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അമ്മ മീൻ നന്നാക്കുകയായിരുന്നു. പിന്നെ വറക്കാൻ വേണ്ടിയിട്ട്, ആവോലി വറക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാല തേച്ച് വെക്കുകയാണ്. അവനുള്ളത് ഇന്ന് വറുത്തിട്ട് പിറ്റേന്ന് ഞങ്ങൾക്കുള്ളത് നാളേക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് മൊത്തം മസാല തേച്ച് വെക്കുകയായിരുന്നു കേട്ടോ. ഇത് പിന്നെ മാന്തൾ ആദ്യം ഞാൻ എന്താ പറയുക, നമ്മുടെ മുളകിടുമല്ലോ മാന്തൾ. അപ്പോൾ മീൻ മുളകിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എന്താ പറയുക, മിക്സ് ചെയ്തിട്ട് ആണ് ഗ്യാസിലേക്ക് വെച്ചത്. മുളകിടാന്നുള്ള ഉദ്ദേശത്തിലാണ് ഗ്യാസിലേക്ക് വെച്ചത്. പിന്നെ അമ്മ വിചാരിച്ചു അത് കറി, തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കാം, അതാവും ഒന്നും കൂടെ നല്ലത്. അതാകുമ്പോൾ നൈറ്റ് അവനും കഴിക്കാം, പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഉച്ചക്കേക്ക് എടുക്കാമല്ലോ. അപ്പം വറ്റിക്കുന്നതിനേക്കാളും കറി ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് അമ്മ അത് തേങ്ങ അരച്ച് വയ്ക്കുക ചെയ്തത്. അപ്പോൾ പുളിവെള്ളം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. മീൻസ് നമ്മളത് പിഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ജഗ്ഗിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ് പതിവ്. അത് 2 ആഴ്ച വരെ മിനിമം നമുക്കത് കേട് വരാണ്ടിരിക്കും കേട്ടോ. ടേസ്റ്റിലും വ്യത്യാസം വരില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കറിക്ക്, അതായത് മുളകിട്ടതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് നമ്മളത് തിരുമ്മിയിട്ട് വേണം ഗ്യാസിലേക്ക് വയ്ക്കാൻ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ചോറ് തിളച്ചു. പിന്നെ പച്ചക്കായയുടെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അവൻ അങ്ങനെ ഉപ്പേരിയൊന്നും കഴിക്കാത്ത ആളാണ്. ഈ മുരിങ്ങയുടെ ഇല, ചീരൻ്റെ ഇല അതൊക്കെ കഴിക്കാന്നല്ലാതെ വല്ലാണ്ട് കഴിക്കില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്, അമ്മയ്ക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ പാർട്ടി വന്ന് കഴിഞ്ഞാലും നൈറ്റ് വേണമെങ്കിൽ ഉപ്പേരി ജസ്റ്റ് ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വെജിറ്റബിൾ എന്നുള്ള രീതിക്ക് ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കിയെന്ന് മാത്രം. അവന് കഴിക്കണമെങ്കിൽ അവനും കഴിക്കാമല്ലോ വെച്ചിട്ട്. അപ്പോഴത്തേനും നമ്മൾ മുളകിടാൻ തീരുമാനിച്ച് വെച്ച കറി ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് എന്താ പറയുക, തേങ്ങ അരച്ച് ചേർത്തു. അപ്പോൾ തേങ്ങ ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ നമ്മുടെ മീനിട്ട് കൊടുക്കാനായിട്ട്. മാന്തളാകുമ്പോൾ നമുക്കധികം വേവില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒക്കെ കുക്കായതിന് ശേഷം മാന്തളിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്.
അപ്പോൾ ആ ടൈമിൽ തന്നെ അപ്പുറത്തെ ചട്ടി വെച്ചിട്ട് അതിൽ എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പച്ചക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ കാണുമ്പോൾ കുറച്ച് തോനെയായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കാരണം ഉപ്പേരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറിയ 3 പീസ് കായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇഞ്ചി എന്താ പറയുക, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, സോറി ഇഞ്ചിയല്ല, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുള്ള പേസ്റ്റാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളത് വഴറ്റി എടുക്കണം. അതിലോട്ട് നമ്മൾ നമ്മുടെ ചുവന്ന മുളക് പൊടിച്ചതുണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കോംബോ ഈ ഒരു ഉപ്പേരിക്കും നല്ല, എല്ലാ ഉപ്പേരിക്കും നല്ല ടേസ്റ്റാണ്, നല്ലൊരു എന്താ പറയുക ഫ്ലേവർ വരും. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ ഒന്നിങ്ങനെ വാടി വരുമ്പോൾ നമ്മൾ പച്ചക്കായ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയിൽ ഇത് ഇറച്ചി വറുത്ത വെളിച്ചെണ്ണയാണ്. തലേന്ന് നൈറ്റ് ഇറച്ചി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വറുത്ത വെളിച്ചെണ്ണ മാറ്റി വെച്ചതാണ്. അപ്പോൾ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കാമല്ലോ. നമ്മൾ ഇന്ന് വറുത്തിട്ടുണ്ടെങ്കിൽ അത് നാളേക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടൊന്നും ആ എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഇന്നേക്ക് എടുക്കാം, ഇന്നത്തെ ആണെങ്കിൽ നാളേക്ക് എടുക്കാം, അങ്ങനെ. അപ്പോൾ അതവിടെ ചൂടാവാൻ വെച്ചപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അത്യാവശ്യം കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ അതാ നമ്മൾ മീൻ ഇടുന്നുണ്ട്. ആദ്യം വിചാരിച്ചത് അവന് 2 പീസ് മീൻ മാത്രം പൊരിച്ചാൽ മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ ചെറിയ അനിയൻ പറഞ്ഞു എനിക്ക് മീൻ വേണം എന്ന് പറഞ്ഞപ്പോൾ, മേ ബി റിസപ്ഷൻ കഴിഞ്ഞ് വന്നാലും മീനൊന്നും അധികം വിശപ്പ് വേണ്ടല്ലോ, മീൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വെറുതെയും കഴിക്കാമല്ലോ. അപ്പം അവനും കഴിക്കും എന്നുള്ളതിലായപ്പോൾ കുറച്ച് വറുത്ത് വെച്ചു. ഇൻ കേസ് മൂത്താക്കും നല്ല മീൻ ഇഷ്ടമാണ്, അപ്പോൾ 2 പീസോ 3 പീസോ അവൻ കഴിക്കും. അപ്പോൾ ഒരു 4 എണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്, കഴിക്കുന്നവർ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട്. ഞങ്ങൾക്കുള്ളത് നാളേക്ക് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ റിസപ്ഷന് പോകുന്നതിൻ്റെ മുമ്പായിട്ട് എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു മാരേജാണ്. അപ്പോൾ അതിൻ്റെ റിസപ്ഷന് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയാൽ വന്നതിന് ശേഷം പിന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ, അവന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. വൈകിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൽ പോയി ദീപാരാധന കഴിയാൻ തന്നെ 6:30 ആയി. ഞങ്ങൾക്ക് 7:30 8 മണിയാകുമ്പോഴത്തേനും 7:30 7:45 ഞങ്ങൾക്ക് പോകണമായിരുന്നു. അപ്പോൾ അപ്പോഴത്തേനും വേഗം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതാ അപ്പോഴത്തേനും നമ്മൾ ഉപ്പേരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പേരി വെച്ചിരിക്കുന്നത് ചെറിയ ഫ്ലെയിമുള്ള സ്റ്റവിലാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ആ ഗ്യാസിൽ നിന്ന് നമ്മൾ ആ ചട്ടി മാറ്റിയിട്ട് ഈ മീൻ അതിലോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഹെവി ഫ്ലെയിമിലിരിക്കുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് അങ്ങനെ മൊരിഞ്ഞു പോവാം മസാല. അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമുള്ള ഒരു സ്റ്റവിലേക്ക് മാറ്റിയിട്ട് ഈ ഇതിൽ വറവിടാൻ വേണ്ടി, നമ്മൾ കറി വറവിടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കുകയായിരുന്നു. നമ്മൾ മീൻകറി ചെറിയ ഉള്ളിയിലാണ് വറവിടുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയും ചുവന്ന മുളകും ഇട്ട് കൊടുക്കുക. ഈ ചെറിയുള്ളി മുഴുവൻ മൂക്കുന്നതിന് മുൻപ് ഒരു പകുതി വേവൊക്കെ ആവില്ലേ, ആ ടൈമിൽ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഉലുവ ഇടണ്ട, ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ഉലുവ ഇട്ട് കൊടുക്കുക. കാരണം ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉലുവ മുഴുവനായിട്ട് വെന്ത് കിട്ടില്ല. കറി കഴിക്കുമ്പോൾ മേ ബി നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ കഴിക്കും. അപ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ആ ബാക്കി ഉള്ളി കരിയുമ്പോഴത്തേനും ഉലുവ എന്ത് ചെയ്യും, വെന്തിട്ട് ഒരു പാകം വേവായിട്ട് കിട്ടും. അപ്പോൾ ഈ ഉള്ളിയുടെ ഈ ഒരു പരിവില്ലേ, ഈ ഒരു പരിവാവുന്ന ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും, ഇറക്കാൻ നേരത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് സ്പോട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. മുളക് പൊടി അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഓൾറെഡി നല്ല ചൂടുണ്ടല്ലോ. ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ചൂടിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ സ്പോട്ടിന് നമ്മൾ എന്ത് ചെയ്യുക, കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ മീൻ 2 സൈഡും ആയി. അപ്പോൾ മീൻ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ആയി, ചോറായി, കറിയായി, മീൻ വറുത്തതായി, ഉപ്പേരിയായി, എല്ലാതുമായി. അപ്പോൾ നമ്മൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേഗം റെഡിയായിട്ട് റിസപ്ഷന് പോയി. അപ്പോൾ റിസപ്ഷന് നമ്മൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ ഗ്രേവിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ടും വരാം. ടാറ്റാ.